പുതുതായി നിർമ്മിച്ച ഏരൂർ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പരിഷ്കരണങ്ങളെല്ലാം പിന്തുടർച്ചയാണ്. ഒന്നിനു മേളിൽ ഒന്നായി കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ പരിഷ്കരണങ്ങൾ നിലനിൽക്കാൻ നല്ലത്. അതുകൊണ്ടാണ് പോലീസിന്റെ പുതിയ മുഖം വേണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലീസിന്റെ പുതിയ മുഖമാണ്. എന്താ പുതിയ മുഖം? സ്കോട്ട്ലൻഡ് യാർഡ് പോലീസും നമ്മുടെ പോലീസും പഴയ പോലീസും തമ്മിൽ ആളുകൾ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ആ വ്യത്യാസം പരിഷ്കൃതമായി നമ്മൾ ഇടപെടണമെന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. പരിഷ്കാരമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ എവിടെ നമ്മൾ ചെന്നാലും നമ്മളെ പോലീസുകാർ വരട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? അവരുടെ പ്രവർത്തനോഴ്ചയിൽ നിയമത്തിന് മുമ്പിൽ നമ്മളെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെയുള്ള നടപടിയിലായിരിക്കാം. പക്ഷേ പരസ്പരമുള്ള സംസാരത്തിൽ എപ്പോഴും അവർ കാണിക്കുന്ന ഒരു ഉയർന്ന മാനദണ്ഡം അത് നമുക്ക് മോഡലായി നിൽക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ജില്ലയിൽ അവസാനമായി രൂപീകൃതമായ പോലീസ് സ്റ്റേഷനാണ് ഏരൂരിലേത്. അന്നു മുതൽ 20 വർഷത്തോളം വാടക കെട്ടിടത്തിലാണ് സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി സ്ഥലം നൽകിയത് ഏരൂർ ഗ്രാമപഞ്ചായത്താണ്. ആഭ്യന്തര വകുപ്പിന്റെ നേരിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉദ്ഘാടന സമ്മേളനത്തിൽ പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷനായി. ദക്ഷിണ മേഖല എഡിജിപി എ ഹേമചന്ദ്രൻ IPS സ്വാഗതം പറഞ്ഞു. എൻ പീതാംബരക്കുറുപ്പ് MP മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് G പ്രമോദ്, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ, ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR ബാലചന്ദ്രൻ, അലൈമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാകുമാരി, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R മഞ്ജു, ഏരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഏരൂർ സുഭാഷ്, CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി KC ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.